കുക്കിംഗ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും റെസിപ്പി വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കിഷ്ടമായാൽ ഞാനതൊക്കെ സേവ് ചെയ്ത് വെക്കും. പിന്നെ സാഹചര്യവും സന്ദർഭവും സാധനങ്ങളൊക്കെ ഒത്തു വരുമ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു സാധനമായിരുന്നു ഇത്. ഇതിൻ്റെ പേരും നാളും ജാതിയൊന്നും ചോദിക്കരുത്, പക്ഷെ കഴിക്കാൻ അടിപൊളിയാണ്. ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1.5 കപ്പ് റവയാണ്. ഞാൻ സാധാരണ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ യൂസ് ചെയ്യുന്ന കപ്പിന് ഒരു 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിലോട്ട് തന്നെയാണ് ഞാനിത് അളന്നെടുത്തിട്ടുള്ളത്. അതിലോട്ടൊരു 3/4 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. റവ അളന്നിട്ടുള്ള അതേ കപ്പ് തന്നെ പഞ്ചസാരയെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു പാകത്തെ മധുരമാണ്, ഭയങ്കര കൂടുതലും അല്ല എന്നാൽ കുറവുമല്ല, ഒരു പാകത്തെ മധുരമാണ് ഇതുകൊണ്ട് കിട്ടുക. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതൊരു കപ്പ് വരെ പഞ്ചസാര ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഇത് ഞാൻ ചിരകിയെടുക്കാനുള്ള മടിയോണ്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. ഈ 3 ചേരുവകളും ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. നന്നായിട്ട് ഫൈൻ പൗഡറായി പൊടിഞ്ഞു പോകണമെന്നൊന്നുമില്ല, ഒരു 2-3 കറക്കൊന്ന് കറക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഒരു കോഴിമുട്ടയാണ്. മുട്ട ചേർക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് മുട്ടൻ്റെ ആ ഒരു സ്മെല്ലോ ടേസ്റ്റോ ഒന്നും എടുത്ത് നിൽക്കുന്നൊന്നുമല്ല കേട്ടോ, ഒരു നോർമൽ ടേസ്റ്റിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു 3/4 കപ്പിൽ കൂടുതൽ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. റവ അളന്നിട്ടുള്ള സെയിം ഗ്ലാസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കംപ്ലീറ്റ് ഒഴിക്കുന്നില്ല, ഒരു പകുതിയേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ അതിലോട്ട് മുട്ടയുടെ സ്മെല്ല് ഇനി അഥവാ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏലക്കായാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് വരും. ഏലക്കായൻ്റെ ടേസ്റ്റ് എൻ്റെ വീട്ടിൽ ആർക്കും അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഞാനിത് ഇതുപോലെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചപ്പോൾ ബാറ്റർ കുറച്ച് തിക്കായിട്ട് തോന്നിയപ്പോൾ ആ ഗ്ലാസ്സിലുള്ള 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് ബാക്കി മൊത്തം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാലിൻ്റെ അളവ് വളരെ കറക്റ്റാണ് ഇതിലോട്ട്. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ആ ബാറ്റർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. റവയാണ്, അത് കുറച്ച് കുതിർന്ന് വരുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. പിന്നെ ബേക്കിംഗ് പൗഡർ കയ്യിലുള്ള ആൾക്കാർക്ക് ഒരു 3/4 സ്പൂൺ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബേക്കിംഗ് സോഡയിലോട്ട് ഇത്തിരി വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് പതപ്പിച്ചിട്ട് അത് അപ്പം തന്നെ നമ്മളുടെ ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് എനിക്ക് ബേക്കിംഗ് പൗഡറിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള മെത്തേഡായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്, ഇല്ലെങ്കിൽ ആ ഉപ്പൊക്കെ ഒരു ഭാഗത്ത് മാത്രം അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് നെയ്യാണ്. ഞാനിവിടെ മിൽമൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഒരു സ്പൂൺ നെയ്യ് ഇതിലോട്ട് ആഡ് ചെയ്യുക. ഞാനൊരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ നെയ്യ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നെയ്യ് കയ്യിലില്ലാത്ത ആൾക്കാർക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. നെയ്യ് യൂസ് ചെയ്യുമ്പോഴാണ് അതിനൊരു നല്ല സ്മെല്ലും ഒരു സോഫ്റ്റ്നെസ്സും കിട്ടുന്നത്. എന്നിട്ട് ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ആ റവയൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് വരുന്നത് വരെ. ഈ ഒരു സമയത്ത് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. ഒരു അടുപ്പത്ത് ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലോട്ട് ചൂടായി വരുമ്പോൾ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിട്ടതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് കുറച്ച് ഓവറായിരുന്നു, എന്നാലും ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ബദാമോ അണ്ടിപ്പരിപ്പോ മുന്തിരി അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വറുത്തിട്ട് യൂസ് ചെയ്യാം. ഇനി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഒരു തുള്ളി പാലും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഞാനൊന്ന് യൂസ് ചെയ്തിട്ടുണ്ട്, അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ശേഷം വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തുനിന്ന് പകുതി, ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആക്കി ഞാൻ വറുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് പകുതി ഈ മിക്സിലോട്ടൊന്ന് ആഡ് ചെയ്തിട്ട് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ്. ഇഡ്ഡലി തട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ആവി കയറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ പാത്രത്തിൽ നന്നായിട്ട് ഞാനൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഗ്രീസ് ചെയ്യണമെന്ന്. ഞാൻ അഥവാ അടി ഒട്ടിപ്പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യാത്തൊരു ഇഡ്ഡലി പാത്രം കൂടി ആയിരുന്നു. അപ്പോൾ അഥവാ ഒട്ടിപ്പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഇത്തിരി സൺഫ്ലവർ ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ പാത്രത്തിലോട്ടും ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിറച്ച് ആ ഒരു കുഴിയിൽ നിറച്ച് ഒഴിക്കേണ്ട, കാരണം അത് നല്ലോണം പൊന്തി വരും. അപ്പോൾ നിറച്ച് ഒഴിക്കേണ്ട, ഒരു 3/4 ഭാഗം ഒഴിച്ചാൽ മതി. അതിനുശേഷം നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും.
ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബാറ്റർ ഞങ്ങൾക്ക് ഈ ഒരു പാത്രത്തിൽ ഒറ്റ ട്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കുക. എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ടായിന്. ഞാൻ കുത്തി നോക്കിയപ്പോൾ ഉള്ളിൽ വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ഒരു 2 മിനിറ്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്. അതിന് ശേഷം മൊത്തത്തിൽ ഒരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ചൂടോടുക്കെ തന്നെ എടുത്ത ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല സ്മൂത്തായിട്ട് തന്നെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് പോരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്, നമുക്ക് ഹെൽത്തിയാണ്, ഓയിലിൽ പൊരിച്ചെടുത്തിട്ടൊന്നുമില്ല. പിന്നെ റവയൊക്കെ വെച്ചിട്ട് നമ്മളെപ്പോഴും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ നോക്കാറ്. അപ്പോൾ അതൊന്ന് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. റവയൊക്കെ നമ്മൾ നോർമലി വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.